എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 പുതുവർഷം വരികയാണ്. ഈ പുതുവർഷത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും പൊതുഫലം എന്താണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഇത് ഓരോ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെയും പൊതുവായി വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അല്ലാതെ വ്യക്തിപരമായ ഫലങ്ങളല്ല. ജനനസമയം വ്യത്യസ്തമാകുന്നതനുസരിച്ച് ഫലത്തിൽ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ്. ഓരോ വ്യക്തികളുടെയും ഗ്രഹനില അനുസരിച്ച് മാത്രമേ അവരുടെ ഫലം കൃത്യമായി പറയാൻ സാധിക്കൂ. ഈ ഫലം പറയുന്നത് ഓരോ നക്ഷത്രത്തിൽ വരുന്ന ഗ്രഹമാറ്റം അനുസരിച്ചുള്ള സാധ്യതകൾ മാത്രമാണ്. 2024 പൂയം നക്ഷത്രക്കാർക്ക് കാലം വളരെ അനുകൂലമായി കാണുന്നു. ഇവർക്ക് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ക്രയവിക്രയങ്ങളിലൊക്കെ വിജയമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും കാണുന്നു. മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ അത് ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ്. പൊതുരംഗത്തെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുന്നത് നന്നായിരിക്കും. പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ സമൂഹം ഒറ്റപ്പെടുത്തുന്നു എന്ന തോന്നൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണതയിൽ എത്തിച്ചേരുന്നതാണ്. അതുപോലെ മുൻപുള്ള കടങ്ങളൊക്കെ കൊടുത്തു തീർക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക നിലയൊക്കെ വളരെ മെച്ചപ്പെടുന്നതാണ്. പൂർവിക സ്വത്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്നതാണ്. എന്നാൽ അലസത ഉണ്ടാകുന്നതാണ്. അതിന് അല്പം ശ്രദ്ധ വേണ്ടതാണ്. സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ഒക്കെ ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. ഇതിനു മുൻപ് അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ കുറവ് ഉണ്ടാകുന്നതാണ്. അതുപോലെ സമൂഹത്തിലെ ഉന്നതന്മാരിൽ നിന്നൊക്കെ സഹകരണങ്ങളൊക്കെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ലഭിക്കുന്നതാണ്. വ്യവഹാര വിജയമൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ ആക്ഷേപങ്ങളെ അപവാദങ്ങളൊക്കെ കേൾക്കാൻ സാധ്യതയുള്ളതിനാൽ അല്പം ശ്രദ്ധിക്കണം. അതുപോലെ സഹോദരങ്ങളിൽ നിന്നൊക്കെ സഹായമൊക്കെ കൂടുതലായിട്ട് ലഭിക്കുന്നതാണ്. ചില കടുംപിടുത്തങ്ങൾ കൊണ്ടൊക്കെ ദോഷങ്ങൾ വിളിച്ചു വരുത്തുന്നതാണ്. അതുകൊണ്ട് കടുംപിടുത്തങ്ങളൊക്കെ അല്പം ഉപേക്ഷിക്കണം. മാതൃഗുണം സിദ്ധിക്കുന്നതാണ്. അതുപോലെ കുടുംബത്തുണ്ടാകുന്ന ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ കാരണം മനസ്സ് അസ്വസ്ഥമാകാൻ സാധ്യതയുണ്ട്. പിതൃക്കന്മാരെ ഗുരുക്കന്മാരെയൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം. മാർച്ച് ഏപ്രിൽ മാസം ആകുമ്പോഴേക്കും ശത്രുദോഷമൊക്കെ കുറയുമെങ്കിലും അന്യരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ശത്രുത വീണ്ടും സമ്പാദിക്കാൻ സാധ്യതയുണ്ട്. വ്യാപാര രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ പഴയ പ്രതാപമൊക്കെ വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കൊക്കെ ഉള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ച് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ വിവാഹമൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ നല്ല വിവാഹമൊക്കെ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നല്ല രീതിയിലുള്ള പെരുമാറ്റത്താൽ അപമാനങ്ങളെയൊക്കെ അതിജീവിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ രക്ഷ ഒരു പരിധിവരെ നേടുന്നതാണ്. ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്നതാണ്. അതുപോലെ പ്രശസ്തിയും അംഗീകാരവും ഒക്കെ തന്നെ വന്നു ചേരുന്നതാണ്. ആഗ്രഹങ്ങളൊക്കെ പലതും നിറവേറ്റാൻ സാധിക്കുന്നതാണ്. അധ്യാപന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കാലം അനുകൂലമാണ്. ഉദ്യോഗസ്ഥർക്ക് അവർ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേട്ട് അല്ലാതെ സ്ഥലമാറ്റമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കർഷകർക്കൊക്കെയാണ് കൃഷിയിൽ നിന്നൊക്കെ നേട്ടം ധാരാളം ഉണ്ടാകുന്നതാണ്. അതുപോലെ അരുതാത്ത വാഗ്ദാനങ്ങളുടെ പേരിൽ ഉറ്റ സുഹൃത്തുക്കളുമായി ചിലപ്പോൾ പിണങ്ങാനൊക്കെ സാഹചര്യം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് അതൊക്കെ അല്പം ശ്രദ്ധിക്കണം. ആശ്രിതരോട് ജോലിക്കാരോടുമൊക്കെ സ്നേഹത്തോടു കൂടി പെരുമാറാൻ സാധിക്കുന്നതാണ്. അതുപോലെ സ്വന്തം ജനങ്ങളുടെ നീരസമായ പെരുമാറ്റം ചെറിയ മനക്ലേശമൊക്കെ വരുത്തി വയ്ക്കുന്നതാണ്. മറ്റുള്ളവർക്ക് സംശയമുണ്ടാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവൃത്തികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് ധനയോഗമൊക്കെ കാണുന്നുണ്ട്. ആരോഗ്യമൊക്കെ തൃപ്തികരമായിരിക്കും. കാലം ഒക്കെ അനുകൂലമാണെങ്കിലും മനസ്സെപ്പോഴും അല്പം ദുർബലമായിരിക്കും. ആരെയും സഹായിക്കാനുള്ള താല്പര്യങ്ങളൊക്കെ ഈ സമയത്ത് പ്രകടിപ്പിക്കുന്നതാണ്. മെയ് ജൂൺ മാസമാകുമ്പോഴേക്കും അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്ന് ധനസഹായം ലഭിക്കുന്നതാണ്. മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ നാൽക്കാലി വളർത്തലൊക്കെ ഉള്ളവരാണെങ്കിൽ നാൽക്കാലികളിൽ നിന്ന് പ്രതീക്ഷയിൽ കവിഞ്ഞ വരുമാനം ഒക്കെ ഉണ്ടാകും. മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. യാത്രാവേളകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. വിഘ്നേശ്വരപ്രീതി നേടുന്നത് മെയ് ജൂൺ മാസങ്ങളിൽ നല്ലതാണ്. കുടുംബസ്വത്തിനു വേണ്ടി അഭിപ്രായ വ്യത്യാസത്തിന് ഇട കാണുന്നുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്.
വ്യവഹാര വിജയമൊക്കെ മെയ് ജൂൺ മാസങ്ങളിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ ആരെയും അമിതമായി വിശ്വസിക്കരുത്. കുടുംബത്തിൽ പരിപാലിക്കപ്പെടുന്നവരുടെ എണ്ണമൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ മതപരമായ കാര്യങ്ങളിലൊക്കെ അല്പം ശ്രദ്ധ വർദ്ധിക്കുന്ന സമയം കൂടെയാണ്. കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കേണ്ട അവസ്ഥയൊക്കെ ചിലർക്കൊക്കെ ഉണ്ടാകാം. അതുപോലെ ഭാര്യ വീട്ടുകാരുമായൊക്കെ യോജിച്ചു പോകാൻ അല്പം പ്രയാസപ്പെടുന്ന സമയം കൂടിയാണ്. മാതാവിന് അസുഖം ബാധിക്കാൻ ഇടയുള്ള ഒരു സമയമാണ്. അതുപോലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. സഹോദരങ്ങളുമായി യോജിച്ചു പോകാൻ ഒക്കെ പ്രയാസം അല്പം നേരിടും. അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ട സമയമാണ് മെയ് ജൂൺ മാസം. മുൻകോപമൊക്കെ അല്പം ഒഴിവാക്കണം. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. അതുപോലെ പിടിവാശി മൂലം പലവിധ വിഷമതകളും നേരിടേണ്ടി വരുന്നതാണ്. ജൂലൈ ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴേക്കും കുടുംബസ്വത്തിന് വേണ്ടി കോടതി വരെയൊക്കെ പോകാൻ സാധ്യത കാണുന്നുണ്ട്. മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും പിതാവിൻ്റെ രോഗം മനോദുഃഖത്തിന് ഇടവരുത്തുന്നതാണ്. അപ്രതീക്ഷിതമായി ഏതെങ്കിലും സ്ഥലത്തു നിന്നൊക്കെ ധനയോഗമൊക്കെ കാണുന്നുണ്ട്. കൈവശമുള്ള പണമൊക്കെ കൈവിട്ടു പോകാതെ സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ് ജൂലൈ ആഗസ്റ്റ് മാസം. മുൻകോപം നല്ലപോലെ നിയന്ത്രിക്കേണ്ട സമയം കൂടിയാണ്, അല്ലെങ്കിൽ വിപത്തുകളൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ എന്തെങ്കിലും കച്ചവടത്തിനോ കാര്യത്തിനോ വസ്തു ഇടപാടിനോ ഒക്കെ ഇടനിലക്കാരെയൊക്കെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കരുത്. കടം കൊടുത്ത പണം, ആർക്കെങ്കിലും പണം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെയൊക്കെ ലഭിക്കുന്നതിന് കുറച്ച് പ്രയാസം നേരിടേണ്ടി വരുന്നതാണ്. ആരോഗ്യനിലയൊക്കെ ഈ സമയത്ത് മെച്ചമായിരിക്കും. അന്യർക്ക് ഉപകാരമായ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. അതുപോലെ പൊതുവായുള്ള നന്മയ്ക്ക് വേണ്ടി പണമൊക്കെ ചെലവഴിക്കേണ്ട അവസരമൊക്കെ ഉണ്ടാകും. ക്ഷേത്രകാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന സമയമാണ്. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതാണ്. അതുപോലെ ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ ഭൂമി വാങ്ങാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട്. അതുപോലെ അനാവശ്യ കാര്യങ്ങളെ ചൊല്ലി മനസ്സ് ഉത്കണ്ഠപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ജൂലൈ ആഗസ്റ്റ് മാസം. സന്താനങ്ങളുടെ ശ്രേയസ്സിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ മേലുദ്യോഗസ്ഥരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നതാണ്. മാതാപിതാക്കളുടെ സ്വത്തുക്കൾ ഒക്കെ കുറച്ചൊക്കെ അനുഭവയോഗ്യമാകുന്ന സമയം കൂടിയാണ്. അതുപോലെ സുഹൃത്തുക്കളുമൊക്കെയായിട്ട് അഭിപ്രായ വ്യത്യാസം ഉയർന്നു വന്നേക്കാം. ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ അല്പം അകന്നു കഴിയേണ്ട സാഹചര്യങ്ങൾ ഒക്കെ വരും. അതുപോലെ ഉറ്റമിത്രങ്ങൾ എന്തെങ്കിലും ചതിയിലൊക്കെ പെടുത്താതെ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. ചില സ്ഥലത്തൊക്കെ സാമ്പത്തിക നഷ്ടത്തിനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ജീവിത പങ്കാളിക്ക് സംശയം തോന്നുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യരുത്. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ വിദേശ ജോലിക്ക് പറ്റിയ സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. സെപ്റ്റംബർ ഒക്ടോബർ മാസമാകുമ്പോഴേക്കും എല്ലാം തുറന്നു പറയുന്നത് മൂലം പലരുടെയും അതൃപ്തി നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ കുടുംബ ബന്ധങ്ങളുടെ പേരിൽ ബന്ധുക്കൾ പലരും ചൂഷണം ചെയ്യുന്നതാണ്. ഊഹക്കച്ചവടത്തിൽ നിന്നും നഷ്ടത്തിനുള്ള സാധ്യതയുണ്ട്. ലോട്ടറി പോലുള്ള ബിസിനസ്സുകളൊക്കെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ കുറയ്ക്കേണ്ടതാണ്. കലാകാരന്മാർ ഒക്കെയാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാലം അനുകൂലമാണ്. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള അപവാദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടുന്നതിനൊക്കെ നല്ലപോലെ പ്രയാസപ്പെടേണ്ടതായി വരുന്ന സമയമാണ്. അതുപോലെ സ്വന്തം ജനങ്ങളുടെ പ്രവൃത്തി അല്പം മനോവിഷമത്തിനൊക്കെ ഇടയാക്കുന്നതാണ്. കർമ്മരംഗത്ത് കൂടുതൽ വിജയമൊക്കെ കാണുന്നുണ്ട്. എന്തെങ്കിലും പുതിയ ചുമതലകളൊക്കെ കർമ്മരംഗത്ത് ഏറ്റെടുക്കേണ്ടതായി വരുന്നതാണ്. നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള പ്രവൃത്തികളൊക്കെ ലക്ഷ്യപ്രാപ്തി നേടുന്നതാണ്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ചൊക്കെ മാറുന്നതാണ്. അതുപോലെ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും വാഹനമൊക്കെ വാങ്ങുന്നതാണ്. വിശ്വസിച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ നഷ്ടത്തിൽ കലാശിക്കാൻ സാധ്യതയുണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ. അതുപോലെ ശത്രുക്കളെ തന്ത്രപരമായി നേരിട്ട് വിജയം നേടാനുള്ള അവസരമൊക്കെ ലഭിക്കുന്നതാണ്. ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. സന്താനങ്ങൾക്കൊക്കെ ഉയർന്ന ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഈശ്വരാനുഗ്രഹം കൂടുതലായി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ ക്രയവിക്രയങ്ങളൊക്കെ സൂക്ഷിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങൾക്കൊക്കെ കീർത്തിയും ഉയർച്ചയും ഉണ്ടാകുന്നതാണ്. നവംബർ ഡിസംബർ മാസമാകുമ്പോഴേക്കും ആരെങ്കിലും സഹായമൊക്കെ തേടി വരികയാണെങ്കിൽ അവർക്ക് സഹായമൊക്കെ നൽകുന്നതാണ്. അതുപോലെ തർക്ക വസ്തു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ അവകാശം ലഭിക്കുന്നതാണ്. വാഹനയോഗമൊക്കെ കാണുന്നുണ്ട്. അതുപോലെ താമസിക്കുന്ന ഗ്രഹത്തിൽ നിന്ന് ഒരു ഗ്രഹമാറ്റമൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി കൂടുതൽ ധനം ചിലവഴിക്കുന്ന സമയമാണ് നവംബർ ഡിസംബർ മാസം.
മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത സംസാരങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കണം. കോടതി കേസൊക്കെ ഉള്ളവരാണെങ്കിൽ കോടതി കേസുകളിലൊക്കെ പ്രതീക്ഷിച്ച വിജയം ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ മംഗളകർമ്മത്തിനുള്ള യോഗമുള്ള സമയമാണ് നവംബർ ഡിസംബർ മാസം. അതുപോലെ നാൽക്കാലികളിൽ നിന്ന് കൂടുതൽ വരുമാനവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ വർഷാവസാനത്തോടു കൂടിയാണ് കാലം കൂടുതൽ അനുകൂലമായി വരുന്നത്. കുടുംബത്തിൽ ഐശ്വര്യം, ധനലാഭം, രോഗങ്ങളിൽ നിന്ന് മുക്തി എന്നിവ ഉണ്ടാകും. അതുപോലെ എന്തെങ്കിലും അഹന്തയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി പ്രവർത്തിക്കേണ്ട സമയം കൂടിയാണ്. അപവാദങ്ങളിൽ നിന്നൊക്കെ ഈ സമയത്ത് രക്ഷ നേടാൻ സാധിക്കുന്നതാണ്. ആത്മനിയന്ത്രണത്തോടുകൂടി പ്രയത്നിച്ചാൽ ഏത് പ്രതിസന്ധിയൊക്കെ തരണം ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമൊക്കെ നീതി പുലർത്താൻ എപ്പോഴും കഴിയണമെന്നില്ല. പുണ്യ കർമ്മങ്ങളൊക്കെ ചെയ്ത് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക. അതുപോലെ ശ്രീകൃഷ്ണ പ്രീതി നേടുകയും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുക. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു പ്രീതി നേടുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ സർവദോഷ ഫലങ്ങളും മാറിക്കിട്ടുന്നതാണ്. നിങ്ങൾക്ക് നല്ലൊരു വർഷമാകട്ടെ 2024. നന്ദി, നമസ്കാരം.